ആപ്ലിക്കേഷൻ ഓഫീസ് റൈറ്റർ തുറക്കുന്നു. അതിലേക്ക് ഇതാണ് ഫോർമാറ്റ്. ഗവൺമെൻറ് LP സ്കൂൾ ഹരിപ്പാട് ദിനാചരണ കലണ്ടർ. ക്രമ നമ്പർ വേണം, തീയതി, പ്രാധാന്യം, വിശദാംശങ്ങൾ, സംഘടിപ്പിക്കാവുന്ന പ്രവർത്തനങ്ങൾ. അങ്ങനെ ഹെഡിങ് വേണം. 1, 2, 3, 4, 5 കോളവും പിന്നെ ബാക്കിയുള്ള റോയും നമുക്ക് വേണം. അങ്ങനെ ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. ആദ്യം ടൈറ്റിൽ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിൻ്റെ ഫോണ്ട് നമുക്ക് മാറ്റാം. ഫോണ്ട് മാറ്റാൻ നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യാം. നമ്മളുടെ സ്പേസിങ് നമുക്ക് മാറ്റാം. ഇതിന് കുറച്ചുകൂടെ വലിപ്പം കൂടുതലുണ്ട്, അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഫോൺ കളർ മാറ്റാം. ഇനിയും നമുക്കിവിടെ ടേബിൾ ഇൻസേർട്ട് ചെയ്യണം. ടേബിളിനകത്ത് 1, 2, 3, 4, 5 കോളമുണ്ട്. റോ ആവശ്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. എൻ്റെ കീ പ്രസ് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ടേബിൾ എന്നുള്ള ഓപ്ഷനുണ്ട്. ഇൻസേർട്ട് ടേബിൾ ഇവിടെ നമുക്ക് നോക്കാം. 1, 2, 3, 4, 5 കോളമായി. താഴേക്ക് നമുക്ക് 2, 3 കോളം റോ ആഡ് ചെയ്യാം. അപ്പോൾ 5 × 3, അപ്പോൾ 5 കോളവും 3 റോയും ഉള്ള ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. ഇനി അതിലേക്ക് ടൈപ്പ് ചെയ്യാം. ഇതിൻ്റെ ഹെഡിങ് ആദ്യം ടൈപ്പ് ചെയ്യാം. ക്രമ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പം ഹെഡിങ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഇതിപ്പം പോർട്രേറ്റ് രീതിയിലാണ് ഇരിക്കുന്നത്. പേപ്പർ നേരെ വെച്ച് എഴുതുന്ന പോലുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ വിഡ്ത്ത് കൂട്ടും. ഇപ്പം ഇത് ഹൈറ്റാണ് കൂടുതൽ, വിഡ്ത്ത് കുറവാണ്. ഈ പേപ്പർ തിരിച്ചു വെക്കുന്ന രീതിയിലാക്കാം. അതിന് നമുക്ക് ഫോർമാറ്റ് പേജ് എടുത്തിട്ട് ലാൻഡ്സ്കേപ്പ് എന്നുള്ള, അപ്പോൾ ഇതാണ് അതിൻ്റെ പോർട്രേറ്റിൻ്റെ രീതി. ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യുമ്പോഴത്തേന് പേപ്പർ തിരിഞ്ഞ് വന്നിട്ട് നമുക്ക് എഴുതുന്ന രീതിയിലേക്ക് മാറ്റാൻ അതിൻ്റെ ഓറിയൻറ്റേഷൻ മാറ്റാവുന്നതാണ്. അപ്പം ലാൻഡ്സ്കേപ്പ് ആക്കാം. ലാൻഡ്സ്കേപ്പ് എടുത്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ അത് കൂടുതൽ കാര്യങ്ങൾ ചേർക്കാനുള്ള ഒരു സ്ഥലം നമുക്ക് ലഭിക്കും. ഇനി ക്രമ നമ്പറിന് ഇത്രയും സ്ഥലം വേണ്ട, അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഇതിൻ്റെ വിഡ്ത്ത് കുറയ്ക്കാം. ക്ലിക്ക് ചെയ്തുകൊണ്ട് വലിച്ചാൽ മതി. ആ ലൈനിൽ മൗസ് പോയിൻ്ററിൻ്റെ കർസറിൻ്റെ ആ ആകൃതി മാറുമ്പോൾ അതിനെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി തീയതിക്കും ഇത്രയും സ്ഥലം വേണ്ടി വരുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ വിഡ്ത്ത് നമുക്ക് കുറയ്ക്കാം. പ്രാധാന്യത്തിന് നമുക്ക് കുറച്ച് സ്ഥലം മതി, അത് നമുക്ക് കുറയ്ക്കാം. ഇനിയും ഇതിലേക്ക് കണ്ടൻറ്റ് ആഡ് ചെയ്യാം. ക്രമ നമ്പർ 1 ജൂൺ 5 പരിസര ദിനം എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്യാം. ക്രമ നമ്പർ 1 കൊടുക്കുന്നു. മലയാളം കീബോർഡ് ലേഔട്ട് മാറിയെങ്കിൽ മാത്രമേ 1 കൊടുക്കാൻ പറ്റുള്ളൂ. തീയതി ജൂൺ 5.
പ്രാധാന്യം പരിസ്ഥിതി ദിനം. അപ്പം അങ്ങനെയുള്ള കണ്ടൻറ്റെല്ലാം നമുക്കിതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവിടേക്ക് പുതിയൊരു കോളം ഇവിടേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇൻസേർട്ട് കോളം റൈറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇൻസേർട്ട് ഒരു കോളം കൂടെ നമുക്ക് ഇവിടെ റിമാർക്സ് എന്നുള്ളൊരു വാക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും ഒരു കോളം. ഈ കോളം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡിലീറ്റ് ചെയ്യാം. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കോളം എന്നുള്ളത് പ്രസ് ചെയ്താൽ. അതുപോലെ തന്നെ ഇവിടെ റോയും നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഇൻസേർട്ട് റോ ബിലോ. അപ്പോൾ ഇതിന് മുകളിൽ റോ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് റോ എബോ എന്ന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റോ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് കലണ്ടർ പൂർത്തീകരിച്ച് ഇതിനെ എക്സ്പോർട്ട് ചെയ്ത് സൂക്ഷിക്കാം.